ഇന്നലെ ഇൻസ്റ്റയിൽ നമ്മുടെ റോക്കി ബായ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒഫീഷ്യൽ പേജിൽ. തിരിച്ച് ബിഗ് ബോസിൽ കയറണം എന്ന് ഒരു ആശ പ്രകടിപ്പിച്ചാണ് റോക്കി വീഡിയോ ഇട്ടത്. ആൾക്ക് നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് എന്ന് തോന്നുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു. പലരെയും നിരാശപ്പെടുത്തി എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ റോക്കി പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു അസോൾട്ടിനുണ്ടായ സിറ്റുവേഷൻ, സിജോ ക്യാപ്റ്റൻ ആയിരുന്നു, പുള്ളി പ്രജയായിരുന്നു, ഇതെല്ലാം കണക്കിലെടുത്ത് തിരിച്ചു വരണം എന്നാണ് റോക്കി പറയുന്നത്. കുറെ കാരണങ്ങൾ നിരത്തി റോക്കി പറയുന്നുണ്ട്. റോക്കി ഇനി തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. പുള്ളി റോക്കി ആയിട്ടല്ല അസി ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. കാരണം റോക്കി ബായ് ആയി കഴിഞ്ഞാൽ ഈ 2 ആഴ്ച കാണിച്ച പോലെ സെൽഫ് ഹാം, പ്രോപ്പർട്ടി ഡാമേജ്, ബ്ലാക്ക് മെയിലിംഗ്, ഫിസിക്കൽ അസോൾട്ട്, ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും. ബിഗ് ബോസ് വീണ്ടും പിടിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അതുകൊണ്ട് ബ്രോയുടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, തിരിച്ചു കയറിയാൽ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ആങ്കർ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്ത് പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുക. പ്രൊവോക്കിംഗ് എന്നത് ഈ ഗെയിമിന്റെ ഒരു ഭാഗമാണ്. നിലവിട്ട് ഓരോന്ന് ഒപ്പിക്കാതിരിക്കുക. ഇത് ഞാൻ പറയുന്നത് റോക്കി തിരിച്ചു കയറിയാലുള്ള കാര്യമാണ്. തിരിച്ചു കയറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഹോപ്പും ഇല്ല. സിജോ തിരിച്ചു വരും എന്നൊരു ഹോപ്പ് 10% ഉണ്ട് ഈ പറയുന്ന പോലെ. പക്ഷെ റോക്കിയുടെ കാര്യത്തിൽ അതുപോലുമില്ല. റോക്കി ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ തന്നെ പറയുകയാണ്. പുള്ളി നല്ല ഹ്യൂമൻ ബീയിങ്ങും അടാറ് ബേബി മെറ്റീരിയലും ഒക്കെ തന്നെയാണ്. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരാളാണ്. മാക്കപ്പനെ കാണാൻ അവിടെ സിമ്മറാണിയും പിന്നെ വേറെ 2 കൊള്ളക്കാരും ഒക്കെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെയ്തതിനൊക്കെ പുള്ളിക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട്. പക്ഷെ ഒരു റൂൾ ബ്രേക്കിംഗ് നടത്തി ഇജക്ട് ചെയ്ത് വിട്ട ഒരാൾക്ക് റീ എൻട്രി എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. അതിപ്പോ 6 വർഷത്തെ കാത്തിരിപ്പും കഷ്ടപ്പാടും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. അസി റോക്കി തിരിച്ചു കയറാനുള്ള ശ്രമങ്ങളും നടത്തി തിരിച്ചു കയറുമോ എന്ന്. ചിലപ്പോ ഒരു കോടി രൂപ അങ്ങ് എറിഞ്ഞാൽ എങ്ങാനും തിരിച്ചു കയറിയാൽ എന്റെ പൊന്നു പോയി നിങ്ങൾ ഡബിൾ പേഴ്സണാലിറ്റി ഒന്നും ഇറക്കാതെ അസിയായി തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ.